ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2268. ഇന്ന് മാർച്ച് മാസം 17-ാം തീയതി, 76-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 30-ാം ദിനമാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു ദേവാലയത്തിൽ വെച്ച് ചെയ്ത അത്ഭുതമല്ലേ, രോഗ സൗഖ്യ ശുശ്രൂഷ. 18 വർഷമായി കൂന് പിടിച്ചു പോയൊരു സ്ത്രീയെ സൗഖ്യപ്പെടുത്തുകയാണ്. ഒരു വാക്കുകൊണ്ട് കൽപ്പിച്ചാൽ മതിയായിരുന്നു. സൗഖ്യം കൊടുക്കണമെന്ന് ക്രിസ്തുയേശു ആഗ്രഹിച്ചെങ്കിൽ, നിശ്ചയിച്ചുറപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഒരു വാക്ക് മതിയായിരുന്നു. അതിനുമപ്പുറത്ത് ആ സ്ത്രീയെ കണ്ടെത്തിയെന്നും ആ സ്ത്രീയെ പ്രത്യേകമായിട്ട് തൻ്റെ അടുക്കലേക്ക് വിളിച്ച് അടുപ്പിക്കുകയുമൊക്കെ ചെയ്തത് എന്തിനാണ്? അവൾക്ക് ഇത്രയും കാലം നഷ്ടപ്പെട്ടത് അവളുടെ ആരോഗ്യം മാത്രമല്ല, ആ സ്ത്രീക്ക് 18 വർഷമായി കൂനുണ്ട്. നേരെ നിൽക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരെ നോക്കാനും കഴിഞ്ഞിട്ടില്ല. നിൽപ്പും കാഴ്ചയും തമ്മിൽ നല്ല ബന്ധമുണ്ട് കേട്ടോ. ഓരോ ആംഗിളിലും കാഴ്ചപ്പാടുകൾ വ്യത്യാസപ്പെടുന്നില്ലേ, മാറി മാറിപ്പോകുന്നില്ലേ? ആംഗിളൊന്ന് മാറി നിന്ന് നോക്കിയാൽ ഇതുവരെ നമ്മൾ കണ്ടെത്തിയ നമ്മുടെ ജീവിതം തന്നെയാണോ ഇനി കാണാൻ പോകുന്നത്? ടോൾസ്റ്റോയുടെ കഥയില്ലേ, കുഞ്ഞുനാളിൽ നിന്നോ നിലത്തു നിന്നൊരു നാണയം കിട്ടിയതോടുകൂടി ഐവാൻ പിന്നെന്താ ചെയ്യുക? പിന്നെ പതിവായി എപ്പോഴും നിലത്ത് നോക്കി മാത്രം നടന്നു. നാണയങ്ങൾ വല്ലതും അന്നത്തെ പോലെ വീണ്ടും കിട്ടിയാലോ? അയാളുടെ ജീവിതത്തിന്റെ പിന്നീടുള്ള ആകെ സമ്പാദ്യം കുറെ ഓട്ടക്കാലണകളും മുട്ടുസൂചികളും തകര പാത്രങ്ങളും പിന്നെ ഒരിക്കലും നിവരാത്തൊരു കൂനുമായിരുന്നെന്നാണ് ടോൾസ്റ്റോ എഴുതുന്നത്. ഈ സ്ത്രീയുടെ ശരീരത്തിന്റെ വളവിനെയാണ് ക്രിസ്തുയേശു നിവർത്തുന്നത്. വളവ് നിവർന്നാൽ എന്താണ് ഗുണം? വളവ് നീർന്നാൽ ദൂരം കുറയും. അത് റോഡിന് മാത്രമല്ല ബാധകം, നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ബാധകമാണ്. ഉള്ളിൽ എന്തുമാത്രം വളവുകളുണ്ട്, തിരിവുകളും. ഉള്ളിലെ വളവുകളും വിചാരങ്ങളിലെ തിരിവുകളും ഒക്കെ ഒന്ന് നേരെയാക്കി നോക്കിക്കേ. കുറെ കൂടി ആഴത്തിൽ നമുക്ക് സ്നേഹിക്കാനായിരിക്കും. അത് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാനിടയുണ്ട്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണെന്ന് യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ നിന്നാണ്. കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ, അവന്റെ പാത നിരപ്പാക്കുവാൻ, ഒന്നും കൂടി ഒന്ന് നേരെയാക്കാനുണ്ട്. അത് നമ്മളെല്ലാവരെയും കുറെ കൂടി ഭേദപ്പെട്ട മനുഷ്യരായി രൂപാന്തരപ്പെട്ടത്. നോമ്പ് അങ്ങനെ നമ്മളെ തന്നെ ഒന്നും കൂടി കണ്ടെത്താനും വീണ്ടെടുക്കാനും കുറച്ചുകൂടി ഒന്ന് മിനുക്കിയെടുക്കാനുമുള്ള കാലമാണ്. ആമേൻ.